തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പാർലമെന്റിന്റെ ക്യാൻറ്റീനിലിരുന്ന് ചില എംപിമാർക്കൊപ്പം ഭക്ഷണം കഴിച്ചു. പ്രധാനമന്ത്രി തിരഞ്ഞെടുത്ത 8 എംപിമാരിൽ കേരളത്തിൽ നിന്നുള്ള NK പ്രേമചന്ദ്രനുമുണ്ടായിരുന്നു. BJP അല്ലെങ്കിൽ BJP അനുകൂല നിലപാടുള്ള എംപിമാരെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനായി തിരഞ്ഞെടുത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയും എംപിമാരും ഭക്ഷണം കഴിക്കുന്ന ചിത്രത്തിന് ചില രാഷ്ട്രീയ മാനങ്ങളും കൈവരുന്നുണ്ട്. രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് ആർക്കൊപ്പം ഇരുന്നും ഭക്ഷണം കഴിക്കുന്നതിന് സ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കഴിക്കാം. അതിൽ അസ്വാഭാവികത സാധാരണ രീതിയിൽ തോന്നേണ്ടതില്ല. പക്ഷേ ഉയരുന്ന ചർച്ച ഇത് ഒരു സ്വാഭാവിക നടപടി മാത്രമാണോ? കേരളത്തിൽ NK പ്രേമചന്ദ്രൻ ഈ ചർച്ചയിൽ അല്ലെങ്കിൽ ഈ ഭക്ഷണത്തോ കഴിക്കാൻ അദ്ദേഹത്തോടൊപ്പം ഇരുന്നതിൽ രാഷ്ട്രീയ മാനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ, അതിൽ കഴമ്പുണ്ടോ എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ പ്രസക്തമാവുകയാണ്. എന്തായാലും ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രധാനമന്ത്രി പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായി അദ്ദേഹം പാർലമെന്റ് ക്യാൻറ്റീനിൽ വന്ന് ചില തിരഞ്ഞെടുക്കപ്പെട്ട എംപിമാരുമായി ഭക്ഷണം കഴിച്ചു എന്നതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. വളരെ പൊടുന്നനെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ സന്ദേശം ഈ എംപിമാർക്ക് ഇന്നലെ കിട്ടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അങ്ങനെ പ്രധാനമന്ത്രിക്ക് താങ്കളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന സന്ദേശം ഉടൻ തന്നെ അവർ പാർലമെന്റ് ക്യാൻറ്റീനിൽ ലൈനപ്പായി അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു എന്നതാണ്. എന്തായാലും NK പ്രേമചന്ദ്രൻ കൂടി ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്ന പ്രത്യേകതയുള്ള കാര്യം കൂടിയുണ്ട്. അതിൻ്റെ രാഷ്ട്രീയം കൂടിയാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. രാകേഷ് ഉണ്ട്, ഒപ്പം VV അരുണും എനിക്കൊപ്പം ചേരുന്നു.